എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് ഗൾഫിൽ ജീവിച്ചിരുന്ന കാലം ഒരാളുടെയും എനിക്ക് ഒന്നും ആവശ്യമായി വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് ആളുകളെ ഞാൻ സഹായിച്ചു. അതിൽ എൻ്റെ പണം നഷ്ടപ്പെടുക എന്നല്ലാതെ എനിക്കൊരു ഗുണവും ഈ ആളുകളെ കൊണ്ടൊന്നും ആരെക്കൊണ്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരെയൊക്കെ ഞാൻ നിലയുറപ്പിച്ചു. പണ്ട് ഖത്തറിൽ ഉണ്ടായിരുന്ന സമയം 12 പേരെയാണ് ഞാൻ പല മലയാളികളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ UP-കാരായിട്ടുള്ള ആളുകളെയൊക്കെ ഞാൻ ഖത്തറിലേക്ക് കൊണ്ടുപോയത്. അവരിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടോ അതല്ലെങ്കിൽ അവരെ ജോലിയില്ലാതെ ആ ഒരു വിസ എടുത്തു കൊടുത്ത് അവരെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലൊന്നല്ല. കൃത്യമായിട്ടുള്ള വിസ, അത് അറബിക്ക് നമ്പർ കൊടുത്ത് അവരെ വിളിച്ച് സംസാരിച്ച് കൺഫേം ചെയ്തതിന് ശേഷം വിസ എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതല്ലാതെ നമ്മളൊരു ഏജന്റായിട്ട് പ്രവർത്തിച്ച ഇതൊന്നുമല്ല. എന്നെ വിശ്വസിച്ച് അറബികൾ എന്നോട് വന്ന് പറയുമായിരുന്നു. അപ്പോൾ ഖത്തറിൽ എൻ്റെ സ്പോൺസറുമായിട്ട് ഞാൻ സൂഖ് വാക്കഫിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അറബികൾ, അതായത് എൻ്റെ സ്പോൺസറുടെ ആ ഒരു സുഹൃത്തുക്കളുടെ മക്കളാണ് അവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഒട്ടനവധി ആളുകളും അങ്ങനെ തന്നെയാണ്. കാരണം ആദ്യകാല ആ ഒരു അറബികൾ വളരെ കുറവായിരുന്നു ഖത്തറിൽ. അപ്പം അങ്ങനെയുള്ള അറബികളുടെ ആ ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയിലാണ് എൻ്റെ സ്പോൺസറുടെ മക്കൾ ബാവയെ കാണാൻ വേണ്ടി വന്നിരുന്നതൊക്കെ. അപ്പോൾ എന്നെ കണ്ടാൽ എപ്പോഴും അവർക്ക് ഒരു ആളെ വേണം, നല്ല ഒരു ആളായിരിക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും ആ ഷോപ്പിനോട് ചേർന്നുള്ള ആ ഭാഗത്തുള്ള ആളുകളോട് ഞാൻ ചോദിക്കും, ആരെങ്കിലും നാട്ടിൽ നിന്ന് കയറി വരാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ വിസ ഉണ്ട് കേട്ടോ, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോൺസർ അതായിരിക്കുന്നുണ്ട്, കോപ്പി കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ ചില ആൾക്കാർ എന്നെ സമീപിക്കും, ആ വിസ ഉണ്ടെങ്കിൽ പറയടാന്ന് പറയും. അപ്പോൾ ഞാൻ പറയാം ഓക്കെ പറയാമെന്ന് പറയും. അപ്പം അങ്ങനെ നമ്മൾ അവരുമായിട്ട് ആ യോജിപ്പിച്ച് കൊടുത്ത് അങ്ങനെ കയറ്റിക്കൊണ്ട് 12 പേരെ ഞാൻ അങ്ങനെ ഖത്തറിലേക്ക് ചാൻസ് കൊടുത്തു. അതുപോലെ തന്നെ UAE-യിലേക്കും ഞാൻ ഒരു 7 പേരെ ഞാൻ UAE-യിലേക്കും കൊണ്ടുപോയി. നമുക്കൊരു കാര്യവുമില്ല, പക്ഷേ അവർ സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ, അവർ ആഗ്രഹമാണ് ഗൾഫ് രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാസർഗോട്ടുകാരൻ ഒരുപാട് വർഷം ഗൾഫ് രാജ്യത്തെ ജോലി ചെയ്തിരുന്ന ആ ഒരു വ്യക്തിക്ക് ഈ വിസ അടിക്കുന്ന ആ ഒരു സംവിധാനത്തെക്കുറിച്ച് ഈ വ്യക്തിക്ക് അറിയില്ല എന്നുള്ളത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയും വർഷം ഡിഫൻസിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെന്നു. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഈ വ്യക്തിയെ നോക്കിയത്. അപ്പോൾ ഈ വ്യക്തിക്ക് എൻ്റെ സ്പോൺസറുടെ ആ ഒരു വിസയാണ് കിട്ടേണ്ടത്. അതിനാണ് ആള് എന്നോട് കൂടുതലും അടുത്തത്. ഞാൻ മറ്റൊന്നും നോക്കിയില്ല. കാരണം ആദ്യം ഞാൻ പറഞ്ഞു ആ പാസ്പോർട്ട് വാങ്ങിച്ച് അതിൻ്റെ ഡേറ്റ് നോക്കിയപ്പോൾ 6 മാസത്തിൻ്റെ ഉള്ളിൽ ആ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ 3 മാസം ഏകദേശം ഉള്ളൂ. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് കയ്യിൽ കിട്ടും. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇവിടെ നിന്നും മാറുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നീട് ആ പാസ്പോർട്ടുമായിട്ട് നാട്ടിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡേറ്റിലിരിക്കുന്ന സമയം ഇയാൾ ആകെ ബേജാറായിപ്പോയി. ഞാൻ പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട, ആ ഒരു പാസ്പോർട്ട് ഓഫീസിൽ ഞാൻ കൊണ്ടുപോയിട്ട് ആളെ കൊണ്ട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് ചെയ്യിപ്പിച്ച് പാസ്പോർട്ട് റിന്യൂവൽ ആക്കി കൊടുത്തു. അതിനുശേഷം എൻ്റെ സ്പോൺസറുടെ കയ്യിൽ ആ പാസ്പോർട്ട് കൊടുത്ത് വിസ അടുപ്പിച്ചു കൊടുത്തു. അപ്പം ഇങ്ങനെ ഫിലിപ്പൈൻസുകളായിട്ടുള്ള ഒട്ടനവധി ഈ ഒരു മറ്റേ ഗദ്ദാമ ജോലിക്കൊക്കെ വന്ന ആ ഒരു സ്ത്രീകളെയൊക്കെ അവരെ നാട്ടിലേക്ക് കയറ്റിവിടുന്ന ആ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ ബന്ധപ്പെട്ടു അവരെയൊക്കെ നാട്ടിലേക്ക് കയറ്റിവിടുന്ന സംവിധാനത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ഞാൻ കൈപ്പറ്റിയിട്ടില്ല. അത് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയും. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഈ ഒരു വടകരയിലുള്ള ഒരു സുഹൃത്ത് കള്ള് കുടിച്ച് വാഹനം ഓടിച്ച് തട്ടി ഒന്ന് സ്ക്രാച്ച് ആയിട്ടുള്ളൂ. ആ ഒരു വ്യക്തി അവരുടെ ആ ഒരു റൂമിലേക്ക് വരുന്ന സമയം തൊട്ട പിന്നിൽ തന്നെ ആ ഒരു പോലീസും അതുപോലെ തന്നെ ഈ വാഹനം സ്ക്രാച്ചായ ആ വ്യക്തിയും പോലീസും കൂടി വന്നു ഈ വ്യക്തിയെ പിടിച്ച് വിലങ്ങിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീടാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പറയുന്നത്
ഇങ്ങനെ നമ്മുടെ വടകരക്കാരൻ ഇക്കയെ ഇവിടുന്ന് പോലീസ് പിടിച്ചു കൊണ്ടുപോയി. എന്തിനാണെന്നുള്ളത് ആർക്കും അറിയില്ല. പോലീസുകാരോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. കാരണം UAE പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറൊരു ലെവലാണ്. നല്ല ആ ഒരു സംസ്കാരമുള്ള ആളുകളാണ്. എങ്കിലും കുറ്റം ചെയ്ത ആളുകൾ അവരെ എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊന്നും നമുക്ക് ചോദിക്കാനുള്ള ഒരു റൈറ്റുമില്ല. അവർ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരികിൽ വന്നിട്ട് ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ നോക്കിയിട്ട് നമ്മളോട് മുഹമ്മദ് എന്ത് സവിഷു ഗൽത്താൻ ഷുആദാ എന്ത് മൂക്ക് മാഫി, നിനക്ക് നീ ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, നിനക്കെന്ത് ബുദ്ധിയില്ലേ, അതൊക്കെ നോക്കി വണ്ടി ഓടിച്ചാൽ പോരെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ രസകരമായിട്ടാണ് നമ്മൾ ഇരിക്കുന്ന ആ രീതിയാണ് അവർ ആദ്യം നോക്കുക. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഓൺ ആക്കിയിട്ടാണോ ഇരിക്കുന്നത്, ഇതാണ് ആദ്യം നോക്കുക. ഗ്ലാസ് തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ നോക്കും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, അതല്ലെങ്കിൽ മൊബൈൽ ഓൺ ആയിട്ടിരിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഒരു ദിവസം എന്നെ ഇതുപോലെ റണ്ണിങ്ങിൽ ഷെയ്ഖ് സായിദ് ആ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ വെച്ചിട്ട് അബുദാബിയിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് എന്നോട് സലാം ചൊല്ലി ഇതുപോലെ തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ദുബായിലേക്ക് പോകേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കല്ലേ, അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ വെട്ടിച്ചാണ്ട് എടുത്തതാണെന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് അവനക്ക് ഒരു ഇതുമില്ല. ലാസ്റ്റ് എന്നോട് പറഞ്ഞ് അനാറഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് വന്ന ആളാണ്, എനിക്ക് UAE കുറിച്ച് അത്ര പരിചയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മാഫി മുഷ്കില അനാറഫ് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മുൽക്കിയ വാങ്ങിച്ച് വണ്ടിയുടെ എൻ്റെ എമിറേറ്റ്സ് ID വാങ്ങിച്ച് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു എത്ര വർഷമായി ഈ വണ്ടി ഓടിക്കൽ തുടങ്ങിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് വർഷമായി എന്ന് പറഞ്ഞു. ഈ ആദ്യം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഖത്തറിലുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം ഞാൻ ഈ സംസാരിക്കുന്നുണ്ടെങ്കിലും ആളെ മുഖത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്കിങ്ങനെ തോന്നി ഈ വ്യക്തി എന്നോട് സംസാരിച്ച പോലെ എനിക്ക് തോന്നി. ഞാൻ ഉടനെ തന്നെ ഈ ആളെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ എനിക്ക് ഈ വ്യക്തിയെ മനസ്സിലായി, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. വ്യക്തിയെ മനസ്സിലായപ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈ പിടിച്ചിട്ട് ഞാൻ ചോദിച്ച് എന്നെ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ആള് എന്നോട് ഈ ബെൽറ്റൊക്കെ വണ്ടി സൈഡാക്കിയിട്ട് ബെൽറ്റ് ഇതാക്കിയിട്ട് പുറത്തേക്ക് വന്നാണ്. അങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയം എന്നെങ്ങനെ നോക്കിയിട്ട് എന്നോട് എവിടെയോ വെച്ച് കണ്ടിരുന്നല്ലേ. ഞാൻ പറഞ്ഞു എവിടെയുമല്ല, ഖത്തറിലാണെന്ന് പറഞ്ഞു. സൂക്ക് വാക്കഫിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീയും നിന്റെ ഉമ്മയും ഒരു ബ്രദറും കൂടി ഉണ്ടായിരുന്നു കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് എന്നെ വേഗം മനസ്സിലായി. അപ്പോൾ ഒരു സാധനം ഞാൻ ഇരുന്നിരുന്ന ഷോപ്പിൽ മറ്റേ ദെല്ല മത്കാൻ ഹിമ്രാഷ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. ദെല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ അറബികൾ ഇരിക്കുന്ന ടെന്റിന്റെ ഉള്ളിൽ അവർക്ക് അറബികൾക്ക്